ശിവ പണി എടുക്കുവാണോ ശിവ? സാമ്പാർ ഉണ്ടാക്കാൻ പോവാണോ ശിവ? ഇവിടെ വെള്ളം കോരി വെച്ചാ മൊത്ത് കൈ തട്ടി എന്തോ വീണത്. ചെന്നൈ പോയിട്ട് വന്നതിന് ശേഷം കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. ചേച്ചി ചെന്നൈ പോയിട്ട് വന്നതിന് ശേഷം എന്ത് പറ്റിയെന്ന്? എന്താ പറ്റി? അതിനാല് തേച്ചിട്ടെല്ലാം പണ്ടിന കൈയെല്ലാം ഇതായിടും. എന്റെ കട്ടിങ് സ്കിൽസ് എനിക്ക് അറിഞ്ഞൂടാ. എത്രയോ ഇവളുടെ രാവിലത്തെ ഷോ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എത്ര നേരം അവര് പോയിട്ട് എവിടെ പോയിരുന്നു ഇതുവരെ? എവിടെ പോയെന്ന് പറയാതെ ഇവിടുന്ന് പച്ചവെള്ളം തരത്തില്ല ഞാൻ. ഞങ്ങള് വയലിൽ മീൻ പിടിക്കാൻ പോയി. എന്ത് ഇതെല്ലാം കിട്ടിയാവോ? കിട്ടിയാ ഒരു കൊമ്പൻ സ്രാവ് അത് ഞങ്ങളെ കടലിൽ കൊണ്ടുപോയി വിടുകയും ചെയ്തു. എന്തോ നടച്ചു വെച്ചേക്കണ. അയ്യോ ഒപ്പില്ല. പിന്നെ കണ്ടില്ലേ ഒരു കൂസലില്ലാണ്ട്. മക്കളെ കൂസലോടെ കഴിക്കും. നാളെ പനി ജലദോഷം തുമ്മൽ എന്നെങ്ങാനും ഇവിടെ ആരെങ്കിലും പറഞ്ഞ ഒപ്പ കാണാം. അച്ഛാ ഇതെന്തോന്ന്? നൂഡിൽസ്. ഇപ്പൊ കഴിച്ച ഇത് കിട്ടും, കുറച്ചുകൂടെ കഴിഞ്ഞാ ഇതും കിട്ടൂല. പട്ടിണി കിടക്കേണ്ടി വരും. ഇപ്പൊ നോക്കിയാണേ നല്ല മാളത്തിനകത്ത് കുഞ്ഞു പാമ്പ് കയറി പോണ നോക്കിയോ. മുടി തന്നെ മുടി പോലെ ഇരിക്കുന്നു. എന്റെ അച്ചാച്ചിന് വേണമെങ്കിൽ ഇറങ്ങി പോ. കുറച്ച് മുടിയും കൂടെ കൊടുക്കാം. ചേട്ടോ ഒന്ന് വരുവോ? ചേട്ടാ ഇതേ ഇത് നമ്മുടെ വീടായിരുന്നേ. എന്റെ വീടല്ലേ. ഇതൊക്കെ ആരാ? ഇത് ലൈറ്റ് ഇടാൻ വന്നവര്. ലൈറ്റാ ഇതെന്താ? അച്ഛന്റെ കല്യാണം. അച്ഛന്റെ കല്യാണോ? അളി അറബാനെ പോലും വരുമോ? എനിക്ക് വേറെ പരിപാടിയുണ്ട്. ചേട്ടൻ വന്ന സന്തോഷത്തില്ലേ ശരിക്കും ഇവിടെ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇതെന്താ ശരിക്കും സംഭവം? ഇത് ശരിക്കും കേക്ക്. ഉപ്പിട്ടിട്ടില്ലല്ലോ. ഉപ്പോടി പോയാ ഞാൻ പക്ഷെ കുറച്ചായിട്ടാ കേട്ടത്. നീ ഉപ്പ് നീ പച്ചനോട് എന്ത് പറയും? കറിക്കേ എരിവ് ഒന്ന് നോക്കിയാൽ. എരിവ് കൂടുതലാണോ അച്ഛാ? എരിവ് കൂടുതലാണ്, പക്ഷെ ഉപ്പ് ഒട്ടുമില്ല. അമ്മയോട്ട് ഞാനും ബാക്കി കുഴപ്പമുണ്ടല്ലോ. എല്ലാവരും ഓരോ പിടി വരിടാൻ പറയുന്നത് നമ്മൾ സഹായിച്ചില്ലെന്ന് വേണ്ട. ഒരുമിച്ചിരിക്കണം. അല്ല പിന്നെ കാണിക്കുന്നത് ഇങ്ങനെ ആക്കുമ്പോ ജസ്റ്റ് ഉപ്പ് കയറി വരും. ഉപ്പ് എവിടെ വരിയിട്ട് നമ്മൾ രണ്ടും കൂടാതെ അച്ഛൻ വന്നിട്ട് അച്ഛന്റെ പേര് അച്ഛനും കൂടെ വാരിയിട്ടിട്ടുണ്ടായിരുന്നു. എന്തോ നമ്മത് ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മീനെ കിട്ടും. ഈ പാല് നീ കുടിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പാലിനെ നിന്നെ കുടിപ്പിക്കും. പാറുവിനും നല്ല കിട്ടുമല്ലേ പാറു? ചേട്ടോ എന്റെ സാധനം പണിയായുധം എന്റെ റൂമിലോട്ടോ. എന്തിനാ അറിയണേ? ഞാൻ തന്നെ മാവിന്റെ ഒട്ടി വന്നിരിപ്പുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ്. ടങ്കീസും ഉണ്ട്, മണ്ണിര കുത്തിയെടുക്കാനുള്ള സാധനമുണ്ട്. അമ്മ എവിടെ പോണ? രണ്ടാണ് ഞാൻ സേവാകേന്ദ്രത്തിൽ പോണു. അപ്പൊ ഞാൻ ജംഗ്ഷനിൽ പോണു. എന്റെ ഫ്രണ്ടിനെ കാണാൻ. അപ്പൊ നിങ്ങൾ പോയിട്ടോ. എന്നെ പറ്റിച്ച് രണ്ടും കൂടെ ചൂണ്ടയിടാൻ പോണല്ലേ? ഇത് അച്ഛന് ഒരു വർഷം അടിക്കാൻ വേണ്ടിയാണ് ഇതിൽ കയറി പിടിക്കുന്നത്. നല്ല ബുദ്ധിയുണ്ട്, മണ്ടനല്ല. അച്ഛന്റെ പണ്ട് അച്ഛന്റെ ഇരുന്ന താക്കോൽ കൂട്ടുമല്ലേ, അതിനകത്തൊന്ന് പൊക്കിയതാ. എന്നാ പിടി. എവിടെ കൊണ്ടുപോകും? എന്റെ പുറകെ വെച്ചോളാം. അതുപോലെ പൂട്ടി വെച്ചു. ഇതിന്റെ കേന്ദ്ര ബിന്ദു ആരെന്നറിയാം? അച്ഛാ
എടാ എന്റെ പൊന്നു മോനെ കേശു പിടിച്ചോന്നല്ല ശരി അടുത്ത എവിടെ വെക്കണം നോക്കിയിരിക്കുകയാണ്. ഇതേ ഞങ്ങളുടെ കൂടെ വീടാണ്. ഇവിടുത്തെ എല്ലാ കാര്യം അറിയാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട്. ഇത് നീ വീടിടാൻ പോകുന്ന പേര് എഴുതിക്കൊണ്ടുവന്ന നെയിം ബോർഡ്. കേശവാ പോയിട്ട് കേശുവിനെ ലക്ഷ്മിനെ വിളിച്ചിട്ടോ. കേട്ടിട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്. നിന്റെ ശിവ കൈലാസ ബന്ധം എനിക്ക് മനസ്സിലായി. കൈലാസം ഞാൻ സമ്മതിക്കില്ലേ. നൈസാ നീ നിന്റെ പേരിലും ആക്കാൻ നോക്കല്ലേ ശിവ വീട്. എന്റെ ഊഴം എന്റെ ഊഴം എന്റെ ഊഴം. കേശുവേ ലച്ചു പുതിയ ബോർഡും മേടിച്ചിട്ട് വന്നോ? ലല്ലൂസ് ലച്ചുന്റെ ലായു കല്ലുന്റെ ലൂ. ഞാൻ പറഞ്ഞ പൈസ ഒക്കെ എടുത്തു വെച്ചിട്ടില്ലേ? പടവലം വീട്. എന്റെ കുഞ്ഞിനെ വിവരമുണ്ട്, അറിവുണ്ട്.